ന്യൂസ് 16 കേരള. IBA മെഗാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 10ാമത് തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ഇന്റർ സ്കൂൾ ട്രോഫിക്കും സുസമ്മ എലഞ്ചിക്കൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും കോശി എലഞ്ചിക്കൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ മാർച്ച് മാസം 29 മുതൽ അബ്ബാസിയയിലെ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓപ്പൺ ഫുൾറൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നു. വൈകിട്ട് 6 മണി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾ സൗജന്യമായി കാണുവാൻ കാണികൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ വിഭാഗം മത്സരങ്ങൾ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ പർച്ചേസ് മാനേജർ ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. പുരുഷ വനിതാ വിഭാഗം മത്സരങ്ങളിൽ കനേഡിയൻ കോളേജ് ഓഫ് ക്വാറ്റിന്റെ അഡ്മിഷൻ ഡയറക്ടർ വിപിൻ തൈക്കാട് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ വിഭാഗത്തിലെ ശക്തമായ മത്സരങ്ങളിൽ ഭവൻസ് സ്കൂൾ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂൾ, കാർമേൽ സ്കൂൾ, യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂൾ, ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസ്, DPS ക്വാറ്റ്, മുൻ വർഷങ്ങളിലെ ചാമ്പ്യന്മാരായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ എന്നിവർ തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ഇന്റർ സ്കൂൾ ട്രോഫിക്കായി മാറ്റുരയ്ക്കുന്നു. പുരുഷ വിഭാഗത്തിൽ റാപ്റ്റേഴ്സ് എ ടീം, ലോബ് സിറ്റി, ഡെസിബെൽസ്, സർട്ടിഫൈഡ് എഞ്ചിനീയേഴ്സ്, ക്യൂസൈഡേഴ്സ് എന്നീ ടീമുകളും വനിതാ വിഭാഗത്തിൽ ഡെസിബെൽസ്, ഡോൺ ബോസ്കോ, ISSE എന്നീ ടീമുകളും പങ്കെടുക്കുന്നു. നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങൾ അണിനിരക്കുന്ന ടൂർണമെന്റിന്റെ കലാശ മത്സരങ്ങൾ ഏപ്രിൽ 11 നടക്കും. സമാപന ചടങ്ങിൽ യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് അഡ്മിൻ മേധാവി ജോയൽ ജേക്കബ് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പുരുഷ വനിതാ വിഭാഗം മത്സരങ്ങൾക്ക് ക്വാറ്റ് നാഷണൽ പ്ലെയറും ദേശീയ ടീമിന്റെ പരിശീലകനുമായ ഖാലിദ് അൽ ഖലാഫ് സമ്മാനങ്ങൾ നൽകും. ക്വൈറ്റ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.